ഹലോ ഗൈസ്, ഒരു 6 വയസ്സ് ഉള്ള ഒരു കുട്ടിയും കൂടെ ഒരു നായീൻ്റെ മോൻ കാരണം അത് എൻ്റെ ജീവൻ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും വാർത്തയിലൂടെ. ഓക്കെ, അപ്പോൾ അവനെ ഈ തരത്തിലേക്ക് കൊണ്ടുപോയൊരുത്തനുണ്ടല്ലോ, അവന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതിനൊക്കെ ശേഷം ഇവിടെ നാട്ടിൽ വിഹരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു 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 പത്മകുമാറിൻ്റെ മകളായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുപമ പത്മൻ എന്ന അവളുടെ പേര്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇട്ട സമയത്ത് ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് കുറേ അധികം ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇറങ്ങി. സപ്പോർട്ട് ചെയ്തോളൂ. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എതിർക്കാനുള്ള അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്ന് കുറ്റവാളി എന്നുള്ള പേര് കേൾക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് പിന്നാലെ ഞാൻ പറയാം. ആദ്യം ഒരു വിഷയം നിങ്ങളൊന്ന് കാണണം. അവനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരികയാണ്. അവൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം അവൻ തന്നെ പറയുന്നത് കേൾക്കാം. ചാമ്പയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു. അവനവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു? പീഡിപ്പിക്കുന്ന പോലെ എന്ത് ചെയ്തു? വായ പൊത്തി പിടിച്ചു. അവൻ മോച്ചാ അവനെന്താ ചെയ്തത്? അവന് താന്നുപോയാ? അപ്പൊ എന്ത് ചെയ്തു? താന്നുപോയി. മനസാക്ഷിയുള്ളവർക്കും മനുഷ്യത്വമുള്ളവർക്കും ഒന്നും കേൾക്കാൻ പറ്റുന്ന വാക്കുകളല്ല അവൻ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു മനോരോഗിയാണ് അവൻ, ഒരു സൈക്കോപാത്താണ്. മനസ്സിലാവുന്നുണ്ടോ? അവൻ പറഞ്ഞേക്കുന്നത് ആ ഒരു 6 വയസ്സുകാരനായിട്ടുള്ളൊരു മകനെ കൊന്ന നായിൻ്റെ മോൻ. എനിക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട്. എനിക്ക് തെറി ഞാൻ പറയാതിരിക്കാൻ കൺട്രോൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? സീരിയസ്ലി ഇവനൊക്കെ കൊല്ലാനുള്ള ദേഷ്യം മനസ്സിനകത്ത് വരുന്നെങ്കിൽ ഇവനൊക്കെ അത് അർഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഞാനൊരു പബ്ലിക് മീഡിയക്കകത്ത് വന്നിരുന്നുണ്ട്, എനിക്കത് പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ ദേഷ്യം അങ്ങനെ ഉള്ളിൽ വരുന്നുണ്ട്. ഞാനൊരു അച്ഛനാണല്ലോ, എനിക്കത് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ അവൻ പറഞ്ഞേക്കുന്നത് ചാമ്പയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ കുട്ടിയെ ശരീരത്തിൻ്റെ അകത്ത് മറ്റ് തരത്തിലേക്കുള്ള പെരുമാറ്റം നടത്താൻ വേണ്ടി ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയ സമയത്ത് കുട്ടി കുതറി മാറാൻ ശ്രമിച്ചു, അതിൻ്റെ ഉടുപ്പഴിക്കാൻ ശ്രമിച്ചു. അതിനുശേഷവും കുട്ടി കുതറി മാറിയ സമയത്ത് ആ കുളത്തിലേക്ക് അവനെ പിടിച്ച് തള്ളിയിട്ടു. അതിൽ നിന്ന് 2 തവണ ആ കുഞ്ഞുമോൻ 6 വയസ്സുകാരൻ കയറി വരാൻ വേണ്ടി ശ്രമം നടത്തി. ആ 2 പ്രാവശ്യവും അവൻ വീണ്ടും ആ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. അവസാനം അവൻ പോകുന്നതിന് മുമ്പ് അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ കുട്ടി അവസാനം വെള്ളത്തിലേക്ക് ഇങ്ങനെ നിലയില്ല കയത്തിലേക്ക് താഴെ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു നിന്നിട്ട് അവിടെ രക്ഷപ്പെടുത്താനോ ഒന്നിനും തയ്യാറാവാതെ കൊലയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയ നായിൻ്റെ മോനാണ് സംസാരിച്ചത്. അപ്പൊ അവർ കൊല്ലം വേണ്ടി അതെ, ഇവിടെ മുഴുവൻ ഈ കോഴ്സ് മുഴുവൻ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്തണ്ടേ? ആര് വളർത്തും കുഞ്ഞിനെ? നാട്ടുകാരൊക്കെ മൊത്തം ഇളകി. നാട്ടുകാർ ഇളകിയെന്ന് വെച്ചാൽ പോട്ടെ, നാട്ടുകാരുടെ ഇളക്കം ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് മാറും. അച്ഛൻ്റെ അമ്മയുടെ ആ കുടുംബത്തിൻ്റെയൊക്കെ കണ്ണീര് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. സീരിയസ്ലി ആ അച്ഛൻ്റെയൊക്കെ വീഡിയോ ഒരെണ്ണം ഞാൻ കണ്ടു, സഹിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വീടിനോട് കുറച്ച് മാറിയുള്ളൊരു പറമ്പാണ്. ഇവിടെ നിന്നും കുറച്ച് മാറി, അതായത് ആ ഭാഗത്താണ് കുട്ടിയുടെ വീടുള്ളത്. അതിന് എതിർദിശയിൽ ആണ് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഈ നിൽക്കുന്ന ഇടം ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ് ഈ കുളം. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ ഉള്ളൊരു ഇവിടെ ബൈക്ക് മോഷണ കേസിലെ പ്രതിയാണ്. പിന്നെ ഇവിടെ ചെറിയ കളവുകളൊക്കെ നമ്മൾ നാട്ടിലുള്ള കളവുകളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇവിടെ ഈ ഭാഗം മുഴുവനും ഈ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. കുറച്ച് കഞ്ചിപ്പാടം അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത് കുറച്ച് പിള്ളേർ സെറ്റ് കൂടെ വരാറുണ്ട്. അവനും ആ കമ്പനിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവൻ്റെ സംസാരത്തിൽ സംശയം തോന്നി. പിന്നെ സൈഡ് എടുത്ത് വന്ന് സാർ അവനെ കയറ്റിയിട്ട് ക്രിമിനൽ പശ്ചാത്തലം, ഒരു വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം അവന് ഫ്യൂച്ചറിലും ക്രിമിനൽ പരിപാടികൾ ആക്ടിവിറ്റികൾ നടത്താനുള്ള കാരണമാണ് എന്നുള്ളൊരു കാര്യമാണല്ലോ ഇവിടെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കഴിഞ്ഞ ദിവസം അനുപമ പത്മൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ചില ന്യായീകരണ കമൻറ്റുകൾ കാണാം. ഇതിനിടയിൽ ഞാൻ ആ അച്ഛൻ്റെ ഒരു അവസ്ഥ കൂടെ ഒന്ന് കാണിച്ചു തരാമേ.
ഇവിടെ ഈ കണ്ടത് ആ കുട്ടിയുടെ അച്ഛനും ചെറിയച്ഛനാണെന്ന് തോന്നുന്നു. അവരൊക്കെ കരയുന്ന കരച്ചിലാണ്. 6 വയസ്സുള്ള കുഞ്ഞാടേ. അതൊക്കെ ഉള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ, സത്യം പറയാമല്ലോ. അത് ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. മറ്റ് ചില ആൾക്കാർക്ക് വേണമെങ്കിൽ ഇനി കമൻ്റ് ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നോർമലല്ലേ. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ, ഈ അനുപമ പത്മനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ കമൻറ്റ്. സപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, ഒരു പ്രശ്നമൊന്നുമില്ല. ജീവിക്കാൻ അനുവദിക്കുകയും ജീവിക്കാൻ അവർ ജീവിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ ഒരു കൂട്ടുകാരി തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടു. അതിനകത്ത് അവരുടെ കൂടെ പഠിച്ച അഥവാ ഒരു കമൻറ്റ് വായിക്കാം. ഷീ വാസ് മൈ ഫ്രണ്ട്. ഫ്രണ്ടെന്ന് വെച്ചാൽ എന്താ? കൂട്ടുകാരി. ഒരു കൂട്ടുകാരിയായിരുന്നു. ഓക്കെ, പൂജ എന്നാണ് പേര്. ഓക്കെ, ഷീ വാസ് മൈ ഫ്രണ്ട്. ആയിരുന്നു, എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എന്നാണ്. ഐ സ്റ്റഡീഡ് വിത്ത് ഹെർ. എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹവർ ഐ വോണ്ട് സപ്പോർട്ട് ദിസ്. ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. വാട്ട് എവർ ഷീ ഹാഡ് ഡൺ ഇസ് എ ക്രിമിനൽ ഓഫൻസ് ആൻഡ് ഐ ഗസ് പീപ്പിൾ ഡോണ്ട് ചേഞ്ച് ദിസ് ദാറ്റ് ഫാസ്റ്റർ. വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർ അതെല്ലാം മറന്നുപോയി എന്നുള്ള കാര്യമാണ്. ആ ക്രിമിനൽ ഒഫൻസിനെ ആൾക്കാർ മറന്നു എന്നുള്ളതാണ് പറയുന്നത്. ബീങ് ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ ഇൻ ദ ഫസ്റ്റ് തിങ് ഷീ വുഡ് ഹാവ് പോസ്റ്റഡ് ഷുഡ് ഹാവ് ബീൻ ആൻ അപ്പോളജി വിച്ച് ഷീ നെവർ ഡിഡ്. അവർ ഇന്നേ വരെ, ഈ നിമിഷം വരെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഈ അനുപമ പത്മൻ ഈ നിമിഷം വരെ ഒരു അപ്പോളജി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരാളോടും പറഞ്ഞിട്ടില്ല. അതും ഒരു 6 വയസ്സുകാരി എന്നുള്ള അബിഗയിൽ എന്നുള്ള കുട്ടിയും വളരെ കൊച്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയ ആ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ആ പുറത്തിപ്പം ജാമ്യത്തിൽ ഉപാധികളോടെ പുറത്തിറങ്ങി നടക്കുന്ന ഈ സ്ത്രീ, സമൂഹത്തിൽ വീണ്ടും ഇൻഫ്ലുവൻസ് ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു സ്ത്രീ ഈ നിമിഷം വരെയും ഒരു തരത്തിൽ പോലും ഒരു അപ്പോളജി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ആരോടും പറഞ്ഞിട്ടില്ല. അവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നേരത്തെ കുറച്ച് മുമ്പ് ഒരുത്തൻ കുറ്റവാളി, അവൻ ആ കുട്ടിയെ കൊന്നതിന് ശേഷം ഒരു മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു വൈകാരിക വിക്ഷോഭങ്ങളോ കുറ്റബോധമോ ഇല്ലാത്തതിനെ പോലെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് ആനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും പാപ്പാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കും പാവം. ആറ്റുകാൽ പൊങ്കാലയും മറ്റുള്ള ഇത് വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള പരിപാടികളാണ്. അതായത് എവിടെയാണോ ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഒന്ന് ആന നാഷണൽ ലെവലിലേക്കുള്ള കാര്യത്തിലേക്ക് എത്തിക്കുക. രണ്ടാമത്തെ കാര്യം ആറ്റുകാൽ പൊങ്കാല പോലെ കാര്യങ്ങൾ. അപ്പം അതിനകത്ത് വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല ബുദ്ധി എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, ഞാൻ എതിർക്കും. ഇത് എൻ്റെ റൈറ്റാണ്. ഓക്കെ, ബീങ് ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ ഇൻ ദ ഫസ്റ്റ് തിങ് ഷീ വുഡ് ഹാവ് പോസ്റ്റഡ് ഷുഡ് ഹാവ് ബീൻ ആൻ അപ്പോളജി. ചെയ്തിട്ടില്ല. വിച്ച് ഷീ നെവർ ഡിഡ്. ഓക്കെ, ചെയ്തിട്ടില്ല. ബട്ട് ഹെർ കമൻറ്റ് സെക്ഷൻ ഈസ് മോസ്റ്റ്ലി പീപ്പിൾ ടൈപ്പിംഗ് ഹെർ ആൻഡ് സപ്പോർട്ടിങ് ഹെർ. ഹൈപ്പിംഗ് ഹെർ ആൻഡ് സപ്പോർട്ടിങ് ഹെർ. അവർ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബീങ് എ വിമൺ ഐ കാണ്ട് ഇമാജിൻ ഡൂയിങ് ദിസ് ടു സംബഡീസ് ഡോട്ടർ. മറ്റൊരാളുടെ മകളായിരുന്നുവെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെ അവരുടെ മകൾക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്നൊരു ചോദ്യം, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഹാപ്പൻ ടു ദിസ് ഫാമിലി ആൻഡ് വാട്ട്സ് ഗോണ ബി ദെയർ ഫ്യൂച്ചർ പ്ലാൻസ്. Someone who's genuinely concerned about animals isn't concerned about a human child and did this. ഇവരിപ്പോൾ ഒരു അനിമലിന് വേണ്ടിയിട്ട് വലിയ കൺസേൺ ആവുന്ന ഒരു സ്ത്രീ ഇത് പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്നവർ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ആ ഒരു കൺസേൺ കാണിച്ചിട്ടില്ല എന്നൊരു ചോദ്യം റെലവൻ്റ് അല്ലേ? ഇന്നത്തെ ഈ ഒരു കമൻറ്റ് നോക്കുക. സമൂഹത്തിൽ തെറ്റ് ചെയ്ത് ജയിലിൽ പോയ പലരും പിന്നെയും ഇറങ്ങി അതിൽ ക്രൂരമായിട്ടുള്ള പലതും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും വിശ്വസിക്കരുത്. ഇന്നലെ തന്നെ 6 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നത് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരുത്തനാണ്. ഇനി വേറൊന്നും വേണ്ട. ഈ ഇടയ്ക്കാണല്ലോ ഒരു വയനാട്ടിൻ്റെ അകത്ത് ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് ഒരുത്തൻ വന്ന് പുറത്തിറങ്ങിയിട്ട് പ്രായമുള്ളൊരുത്തൻ ഒരു സൈക്കോപാത്ത് കൊന്നത്. ആ നാട്ടുകാരൊക്കെ കരഞ്ഞു വിളിച്ചു. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. വയനാടല്ലേ? ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, അയാൾ ഓക്കെ പേര് ഞാൻ മറന്നുപോയി. അയാൾ ഇതുപോലെ ഒരുപാട് പേര് ഇനി ഇവരുടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അത് വാങ്ങിച്ചു തരാം. ഇവർ അന്ന് ചെയ്തതിലും ഇന്ന് വിശ്വാസയോഗ്യമില്ലാത്ത രീതിയിലുണ്ട്. ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഷീസ് ട്രൈങ് ടു മേക്ക് അറ്റൻഷൻ. ഓക്കെ, നല്ല ഇംഗ്ലീഷ് ഉച്ചാരണം തലതിരിഞ്ഞ ക്രൂരപ്രവൃത്തിക്കൊപ്പം കൂടിയല്ലോ. ഞങ്ങളുടെ അയൽവാസി നമ്മളെ വല്ല നോട്ടം വിട്ടിരുന്നാവോ എന്നുള്ള കമൻ്റ് ഉണ്ട്. അടുത്ത എനിവേ ഷീ ഡിഡ് എ ക്രൈം ബിഫോർ ബട്ട് നൗ ദേ ഗെറ്റ് ഔട്ട് സോ ദേ ഹാവ് ടു ലീവ്. അവർക്ക് ജീവിക്കണമെന്നുള്ളൊരു കാര്യമാണ്. സർവൈവ് നൗ യു ആർ ബ്രിങ്ങിങ് അപ്പ് ഹെർ പാസ്റ്റ് ആൻഡ് നോട്ട് ലെറ്റിംഗ് ഹെർ ലൈവ്. പീപ്പിൾ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ് ആൻഡ് ട്രൈയിങ് ടു മേക്ക് ചേഞ്ചസ്. സോ ലെറ്റ് ദം സ്റ്റാർട്ട് ന്യൂ ലൈഫ് ആൻഡ് ലീവ് എ ഹാപ്പി ലൈഫ്. തീർച്ചയായിട്ടും അവർ ജീവിക്കുന്നതിന് നമുക്കെന്താ തടസ്സം? നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് ഈ ഒരു കുട്ടി, ഇന്ന് കൊല്ലപ്പെട്ട കുട്ടിയടക്കം മറ്റ് പല കേസുകളുടെ അകത്ത് പുറത്തിറങ്ങിയ പല ആൾക്കാരും ഇതിനെക്കാട്ടി ക്രൂരതകൾ സമൂഹത്തിൽ കാണിച്ചിട്ടുണ്ട്. മാഡമാണോ? മാഡം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് അവരെ സപ്പോർട്ട് ഐ കാൻ ട്രസ്റ്റ് ദിസ് ഗേൾ.
ആ കമൻറ്റുകളൊക്കെ കൊണ്ട് പോയ ആൾക്കാർ ഓടിയോ? ആ കുട്ടി നന്നായിക്കോട്ടെ മുപ്പ, ഇനി കേരളം ഓക്കെ, തെറ്റിതിരുത്താൻ അവസരം കൊടുത്തൂടെ മുപ്പ എന്ന് മാന്യമായ കമൻറ്റാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അത് സ്വാഗതാർഹമാണ്. കാലം അതൊക്കെ നമുക്ക് മുമ്പിൽ കാണിക്കുമ്പോൾ മാത്രം വിശ്വസിക്കേണ്ട കാര്യമാണ്. ഒരിക്കലുമില്ല ഇത് ഇന്നലെ തുടങ്ങിയെന്നല്ല. നിങ്ങൾ ഈ പറയുന്നത് കാണിക്കുന്നത് എന്താണ്? പണ്ടേ അവരുടെ വീട്ടിൽ പറ്റിയ പശുവും ഉണ്ടായിരുന്നു. അവർ അനിമൽ ലവേഴ്സാണ്, അതുകൊണ്ടായിരിക്കും എലിഫൻറ്റിന് വേണ്ടി പറയുന്നത്. നല്ല ന്യായീകരണം. തെളിയിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഈ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ കല്ലെറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്തത്. ഇന്നലെ നമ്മുടെ മക്കളെ തട്ടിക്കൊണ്ട് പോകാത്തടത്തോളം നമുക്ക് നന്നാവാൻ അവസരം കൊടുക്കാം അല്ലേ? അതൊരു ന്യായമായ ചോദ്യമാണ്. നമ്മുടെ വീട്ടിലൊന്നും അല്ലല്ലോ സംഭവിച്ചത്, കണ്ടവൻ്റെ വീട്ടല്ലേ. സോ ഓക്കെ, അടുത്തൊരു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റാണിത്. ദേ ഡിഡ്ന്റ് ഹേർട്ട് ദ ബേബി, ദർ വാസ് സം മണി ഇഷ്യൂ ബിഹൈൻഡ് ദ കിഡ്നാപ്പിംഗ്. അതായത് അവർ ആ കുട്ടിയെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ, കുറച്ച് പൈസയുടെ പ്രശ്നമായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നു, അല്ല വേറൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആർ യു ജസ്റ്റിഫൈങ് എ ക്രിമിനൽ ആക്ടിവിറ്റി? സീരിയസ്ലി ഇതൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലേ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ? ഓക്കെ, അത് ചേട്ടത്തി ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. താങ്കളുടെ മണ്ടത്തലയിൽ ഞങ്ങളുടെ മണ്ടത്തലയിൽ ബുദ്ധി ഉണ്ടെന്ന് വിശ്വസിക്കുക, താങ്കളുടെ മണ്ടത്തലയിൽ ബുദ്ധി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും. നാളെ നിങ്ങളുടെ മക്കൾക്ക് ഈ ഗ്രാൻഡ് കിഡ്സിനൊക്കെ ഇതുപോലെ വരുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ. ഈ സംതിങ് അൺനോൺ ബിഹൈൻഡ് ദിസ് കേസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ ചെയ്ത തെറ്റിന് ശിക്ഷയും കിട്ടി. അത് കഴിഞ്ഞു അവരെ തേടിപ്പിടിച്ച് ഇതുപോലെ സമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഇതുപോലെ ഓരോ ആൾക്കാർ കാരണം കിഡ്നാപ്പേഴ്സ്, റേപ്പേഴ്സ്, മർഡേഴ്സ് സപ്പോർട്ട് കിട്ടി ജീവിക്കുന്നു. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരുത്തനാണ് ഇന്നലെ ഒരു 6 വയസ്സുകാരനെ കൊന്നത് എന്ന് പറയുന്നു. ഓക്കെ, അതൊന്നും ഇവരുടെ തലയിൽ കയറില്ല. അത് പറയാൻ ശിക്ഷ കിട്ടിയില്ല, ജാമ്യത്തിലാണ്. ജാമ്യം കൊടുക്കരുത്, കുറ്റം ചെയ്ത് ആരാണെങ്കിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സാഹചര്യം ഒഴിവാവണം എന്നൊക്കെ പറയുന്നു. സോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം 6 വയസ്സുകാരൻ്റെ ബ്രൂട്ടലായിട്ടുള്ള ഒരു മർഡറിനെ കുറിച്ച് സംസാരിച്ച് വന്നതിന് ശേഷം അനുപമ പത്മനിലേക്ക് എത്തിയതാണ്. അനുപമ പത്മൻ എന്നുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും മനസ്സിലാക്കണം. ഓക്കെ, അനുപമ പത്മൻ ഡിഫറൻ്റ് ആയിട്ട് മാറി, അവർ നല്ല കുട്ടിയായിട്ട് ജീവിക്കട്ടെ, അവരുടെ ലൈഫ് നന്നായിട്ട് തന്നെ പോട്ടെ. പക്ഷേ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ പല ആൾക്കാരും പിൽക്കാലത്തും അതേ ക്രിമിനൽ ആക്ടിവിറ്റീസ് വീണ്ടും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അനുപമ പത്മനെ സപ്പോർട്ട് ചെയ്യുന്നവർ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് വരെ അനുപമ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നൊരു അപ്പോളജി നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവരിടുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലിൻ്റെ ഇടയിൽ പോലും ഒരു സോറി എങ്ങും പറഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായിരുന്നാലും ആ കുരുന്നിൻ്റെ ജീവനെടുത്തവന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പുറത്തിറങ്ങി ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരു നല്ല നടപ്പൊക്കെ നടത്തി നല്ലൊരു സോഷ്യൽ മീഡിയ ചാനലൊക്കെ തുടങ്ങിയിട്ട് അവന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മടിക്കരുതേ, അവന് സപ്പോർട്ട് കൊടുത്തേക്കണേ എന്ന് മാത്രം മുൻകൂട്ടി പറയുന്നു. ചിലപ്പം ഗോവിന്ദചാമി നാളെ ഇറങ്ങി സോഷ്യൽ മീഡിയയിലേക്ക് അതൊരു ചാനലും തുടങ്ങി ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ ഹാൻഡിലൊക്കെ ഇട്ടിട്ട് നല്ല പാട്ടൊക്കെ ഇട്ടേക്കാം. സോ നിങ്ങൾ അതിനും സപ്പോർട്ട് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ വേണ്ടി റൈസ്. ബൈ.